ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ കുറിച്ചും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് സെറ്റ്, ഇൻഡിഫറൻസ് കർവ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ്. അപ്പോൾ സോ വെൽക്കം ടു എക്സാം പോയിന്റ്. നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് എപ്പോഴും ടീച്ചർ പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ടീച്ചർ നോട്ട്സ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് എക്സാം പോയിന്റ് എന്നൊരു ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അത് റെഫർ ചെയ്യുകയാണെങ്കിൽ ടീച്ചർ തയ്യാറാക്കിയ പോലത്തെ ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അത് മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ധാരാളം ആ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വഹിക്കാണ്ട് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടന്നാലോ മക്കളെ. ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ തന്നെ ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം, ഒരു തിയറി നമുക്ക് പഠിക്കാനുണ്ട്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 8 മാർക്കിനുള്ള essay ഒക്കെ ആയിട്ട് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ് കേട്ടോ ഇത്. അടുത്തത് റിട്ടേൺ ടു സ്കെയിൽ, വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അടുത്ത ഷോർട്ട് ടേം കോസ്റ്റ്, relationship between SCC and ABC and long run costs, shape of long run cost curves. ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഭാഗമുണ്ട് ഐസോകോണ്ട് എന്നുള്ളത്. അത് ടീച്ചർ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തെ ടോപ്പിക് എന്താ മക്കളെ? പ്രൊഡക്ഷൻ അല്ലേ. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ്. അതായത് കൺസ്യൂമർ എങ്ങനെയെല്ലാം പെരുമാറും, എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ്, എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ്, ഇതെല്ലാം കൺസ്യൂമർ സാറ്റിസ്ഫിക്കേഷന്റെ ബേസിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്നും നമ്മൾ കാണണം. എന്താണ്? ഒരു പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്നും, അതായത് ഒരു ഉൽപാദകന്റെ സൈഡിൽ നിന്നുമാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായും 2 ഭാഗമാണ് കേട്ടോ ഉള്ളത്. ഒന്ന് പ്രൊഡക്ഷൻ, രണ്ടാമത് കോസ്റ്റ്, ഉൽപാദനവും ചിലവുകളും. അപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിന്റെ ബിഹേവിയറെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സിന്റെ മാക്സിമം ഒരു പ്രോഫിറ്റ് നേടണം എന്നായിരിക്കില്ലേ അതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതലേ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ദ പ്രൊഡ്യൂസർ ഈസ് എന്താ പറയുന്നത്? മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ്, ലാഭം പരമാവധിയിൽ എത്തിക്കുക എന്നതായിരിക്കും ഒരു ഉൽപാദകനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ഇതുവരെ ക്ലിയർ ആയല്ലോ മക്കളെ. അപ്പൊ ഒരു രാജ്യത്തില് ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യും? ഉൽപാദിപ്പിക്കും അല്ലേ. അപ്പൊ ആ ഉൽപാദിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എക്കണോമിക്സിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ നമ്മൾ എന്ത് പറയാ? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? പ്രൊഡക്ഷൻ. സാധനങ്ങളും സേവനങ്ങളും നമ്മൾ ഉൽപാദിപ്പിക്കുക, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊഡക്ഷൻ എന്ന് പറയാം. ഇപ്പൊ ടീച്ചർ ഫോർ എക്സാമ്പിൾ എന്ന് പറയാം. ഇപ്പൊ നമുക്കൊരു ഡ്രസ്സ് ഉൽപ്പാദിപ്പിക്കണം എന്ന് വെക്കൂ, ഒരു വസ്ത്രം, ഒരു കോട്ടൺ വസ്ത്രം. അപ്പൊ ആ ഒരു വസ്ത്രം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം? കോട്ടൺ വേണം അല്ലേ, പരുത്തി വേണം, അതുപോലെ തന്നെ ത്രെഡ്, നൂല് വേണം, പിന്നെ ഡിസൈൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് സ്വീക്വൻസസുകൾ വേണം, പിന്നെ മറ്റു പല റോ മെറ്റീരിയൽസ് വേണം അല്ലേ. അപ്പൊ ഈ വസ്ത്രമൊക്കെ എവിടെയായിരിക്കും നമ്മൾ ഉൽപ്പാദിപ്പിക്കുക? ഒരു സ്ഥാപനത്തിലായിരിക്കും അല്ലേ, ഒരു ഓർഗനൈസേഷൻ വേണം. അപ്പൊ ആ ഓർഗനൈസേഷൻ എവിടെയാണ് കെട്ടിപ്പൊക്കുക? ഒരു ലാൻഡിലായിരിക്കും അല്ലേ. അപ്പൊ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും. വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ആർ ദ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷന് ആവശ്യമായ ഉൽപാദക ഘടകങ്ങളാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു ഉൽപാദനത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ആ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ എന്താണ്? ഒരു ഉൽപാദനത്തിന് ആവശ്യമായ വസ്തുക്കളെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുണ്ടല്ലേ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. അതല്ല കേട്ടോ എക്കണോമിക്സിൽ. അപ്പൊ ഇനി എന്തായിരിക്കും ഔട്ട്പുട്ട്?
ഇൻപുട്ട് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? വസ്തുക്കൾ നിർമ്മിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഗുഡ്സ് ആൻഡ് സർവീസസിനെ പറയുന്ന പേരാണ് ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ ഈ ത്രെഡും ഈ കോട്ടനും ഈ സ്വീക്വൻസസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് നിർമ്മിച്ചു അല്ലെ. ഒരു കോട്ടന്റെ ഒരു ഡ്രസ്സ്, ഒരു വസ്ത്രം നമ്മൾ നിർമ്മിച്ചു. അപ്പൊ ആ ഒരു കോട്ടന്റെ വസ്ത്രം എന്ന് പറയുന്നതാണ് നമുക്ക് ലഭിച്ച ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് ടേമിലുള്ള ഡെഫിനേഷൻ നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ടീച്ചർ പറഞ്ഞു അല്ലേ, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്, അതായത് ഒരു പ്രക്രിയയാണ്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എക്കണോമിക്സിൽ ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുക. മനസ്സിലായല്ലോ അല്ലെ. അടുത്തത് ഇൻപുട്ട്. All resources used for production of goods are called input. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ റിസോഴ്സസിനെ ആശ്രയിക്കുന്നു ആ റിസോഴ്സസിനെ നമ്മൾ എന്ത് പറയാം മക്കളെ? ഇൻപുട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. നമുക്കൊരു ഭൂമി വേണം, അതുപോലെ തന്നെ ഒരു മൂലധനം വേണം, അതുപോലെ തന്നെ തൊഴിലാളികൾ വേണം അല്ലേ. തൊഴിലാളികൾ വേണം, പിന്നെ ഒരു ഓർഗനൈസേഷൻ വേണം അല്ലെങ്കിൽ ഒരു സ്ഥാപനം വേണം. അപ്പൊ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ആർ ദ ഇൻപുട്സ്. ക്ലിയർ അല്ലേ? അടുത്തത് എന്താണ് ഔട്ട്പുട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ ഔട്ട്പുട്ട് എന്താണെന്ന്. നമുക്ക് നോക്കാം അപ്പൊ അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ കേട്ടോ. Goods and services produced using input are called output. ഇൻപുട്ട് ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്താണ്? Goods and services produced using inputs are called output. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട് എന്നാണ് അല്ലെ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട അടുത്തൊരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതായത് ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. മറ്റുള്ള ഫാക്ടേഴ്സ് ഇല്ല എന്നല്ല അർത്ഥം. ഒരു എളുപ്പത്തിൽ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ലേബറിനെയും ക്യാപിറ്റലിനെയും വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തയ്യാറാക്കുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് നോക്കാം. The relationship between input and output produced by a firm is called production function. ടീച്ചർ പറഞ്ഞതാണ് അല്ലേ. Q is equal to, അതായത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. L ഇൻഡിക്കേറ്റ് ലേബർ ആൻഡ് K ഇൻഡിക്കേറ്റ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? അപ്പൊ ലേബറിന്റെയും അതുപോലെ ക്യാപിറ്റൽ, അതായത് നമുക്ക് എന്താ പറയുന്നത്? ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും ബന്ധത്തെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Q ഈസ് ഈക്വൽ ടു F ഓഫ് L ഇൻറ്റു K. ഇതുവരെ ക്ലിയർ അല്ലേ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2ആയി തരംതിരിക്കുന്നുണ്ട്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഹ്രസ്വകാലത്തിലേക്കുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനും അതുപോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദീർഘകാലത്തിലേക്കുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനും. അതായത് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉൽപ്പാദിപ്പിക്കണം. ഏതില്? ഷോർട്ട് റണ്ണില്. പക്ഷെ ഒരുപാട് സമയം നമുക്ക് ലഭിക്കും. അതായത് ധാരാളം സമയമുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പോ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുന്നതിന് മുമ്പ് ടീച്ചർ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾക്ക് ഒരു ഫിക്സഡ് ഫാക്ടേഴ്സും ഉണ്ടാകും, വേരിയബിൾ ഫാക്ടേഴ്സും ഉണ്ടാകും. അപ്പൊ എന്താണ് ഫിക്സഡ് ഫാക്ടേഴ്സ്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. ഫിക്സഡ് ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മളിത് മുൻകാലങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ ഫിക്സഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത ഘടകങ്ങളെ നമ്മൾ എന്ത് പറയാ? ഫിക്സഡ് ഫാക്ടേഴ്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അതായത് ചുരുങ്ങിയ കാലം കൊണ്ട്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഒരിക്കലും അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതിലെ ക്യാപിറ്റലും ഓർഗനൈസേഷനും
പിന്നെ ലാൻഡിലും നമുക്ക് ഒരിക്കലും ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റം വരുത്താൻ പറ്റില്ല. ഇപ്പൊ ഈസിയുടെ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഞാൻ വിചാരിക്കണം, ടീച്ചർ വിചാരിക്കുകയാണ് എനിക്ക് 1 മാസം കൊണ്ട് ഒരു കോടീശ്വരി ആവണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്ക് നടക്കാൻ പറ്റുമോ? പെട്ടെന്ന് പറ്റുമോ? ഇല്ല. അതിൽ ഒരുപാട് ധാരാളം പ്രയത്നം വേണമല്ലേ, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യണം, അല്ലെ ഒരുപാട് പൈസ നമ്മൾ സമ്പാദിക്കണം അല്ലേ. അപ്പൊ അതിന് കുറച്ച് പീരീഡ് നമുക്ക് എടുക്കും. അല്ലാണ്ട് നമ്മളിങ്ങനെ വിചാരിക്കണം അടുത്ത ആഴ്ച എനിക്ക് വലിയൊരു കോടീശ്വരി ആവണം, അല്ലെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ച എനിക്ക് വലിയൊരു 10 സെന്റ് സ്ഥലം വാങ്ങണം, അല്ലെങ്കിൽ ഒരു 50 ഏക്കർ എനിക്ക് നിലം വാങ്ങണം, സ്ഥലം വാങ്ങണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതെന്ത് ചെയ്യും? സമയമെടുക്കും അല്ലേ. അപ്പൊ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അതിനെയാണ് ഫിക്സഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ വേരിയബിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ വേരിയബിൾ ഫാക്ടർ എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടീച്ചർ പറയാണ്, ഇപ്പൊ നമുക്ക് പാടത്ത് ഒരു 10 തൊഴിലാളികൾക്ക് പകരം നമ്മൾക്ക് ആ ഒരു ഹാർവസ്റ്റ്, ആ കൊയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 10 തൊഴിലാളികൾക്ക് പകരം 5 തൊഴിലാളികളെ നിർത്തി നമുക്ക് എന്ത് ചെയ്യാം, ഹാർവസ്റ്റ് ചെയ്യാം അല്ലേ, കൊയ്തെടുക്കാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടമാണല്ലേ. അപ്പൊ ലേബറിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനെയാണ് വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇനി നോക്കാം കേട്ടോ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന്. അപ്പൊ ആദ്യത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഹ്രസ്വകാലത്തിലേക്കുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നത്. In short run production function, we study the changes in output due to changes in variable factor. ടീച്ചർ പറഞ്ഞ വേരിയബിൾ ഫാക്ടർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലേബറിനെയാണ് കേട്ടോ. വേരിയബിൾ ഫാക്ടർ while fixed factors remain constant. ലേബറിനെയും ക്യാപിറ്റലിനെയും ഓർഗനൈസേഷനെയും കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട്, അതായത് അവയ്ക്ക് ഒരു ചേഞ്ചസും വരുത്താതെ ലേബറിൽ മാത്രം നമ്മൾ മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഔട്ട്പുട്ടിനെ അനാലിസിസ് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? എന്താണ്? അതായത് ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ലാൻഡ് എന്നീ ഇൻപുട്ടുകൾക്ക് ഒരു ചേഞ്ചസും വരുത്താതെ റിമൈൻ കോൺസ്റ്റന്റ് ആക്കി നമ്മൾ നിർത്തി. മറിച്ച് ഏതിൽ മാത്രം നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരികയാണ് മക്കളെ? ലേബറിൽ മാത്രം ചേഞ്ചസ് കൊണ്ടുവരികയാണ്. ഒന്നില്ലെങ്കിൽ ആ ലേബറിനെ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാം, അല്ലെങ്കിൽ ആ ലേബറെ നമുക്ക് കുറയ്ക്കാം. 10 ലേബർ എന്നുള്ളത് നമുക്ക് 20 ലേബറാക്കി നമുക്ക് മാറ്റാം. അങ്ങനെ 20 ലേബറാക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉൽപാദനത്തിന്റെ അളവ് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി കൂടും അല്ലേ. അത് 10 ആൾക്കാർ ചെയ്യേണ്ട ജോലി 20 ആൾക്കാർ ചെയ്തു എന്ന് വെച്ചാൽ അവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 10 യൂണിറ്റിൽ നിന്നും 50 യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ 20 യൂണിറ്റിൽ നിന്നും 60 യൂണിറ്റ് ആവാം അല്ലേ. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? അവിടെ കൂടുന്നു. അപ്പൊ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ പറയുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത എന്താ ടോപ്പിക്? യെസ്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇൻ ദ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ we study the changes in output due to changes in all factors. ഈ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫിക്സഡ് ഫാക്ടേഴ്സ് എന്നോ അല്ലെങ്കിൽ വേരിയബിൾ ഫാക്ടേഴ്സ് എന്നോ ഒരു വേർതിരിവേ ഇല്ല. നമ്മൾക്കിപ്പോ ഒരു പാടമല്ല, നമ്മൾക്കിപ്പോ ഒരു ഇൻഡസ്ട്രി നമ്മൾ തുടങ്ങണം, അല്ലെങ്കിൽ നമ്മൾ കമ്പനി തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് സമയം ലഭിക്കുകയാണ് കേട്ടോ. നമുക്ക് മാക്സിമം പ്രോഫിറ്റ് നമ്മുടെ കമ്പനിക്ക് ഏൺ ചെയ്യാൻ നമ്മുടെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണെന്ന് വെക്കൂ. അപ്പൊ ആ 2 വർഷത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം? ലേബറിൽ മാറ്റം വരുത്താം, ക്യാപിറ്റൽ മൂലധനം ഇറക്കുന്നതിൽ നമുക്ക് മാറ്റം വരുത്താം, ഓർഗനൈസേഷനിൽ മാറ്റം വരുത്താം. അങ്ങനെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റം വരുത്താൻ പറ്റില്ലേ. കാരണം നമുക്ക് ഒരുപാട് കാലമുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് അല്ല നമ്മുടെ മുമ്പിലുള്ളത്. 2 വർഷം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 8 മാസം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. ആ കാലയളവിനുള്ളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം? പലതരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. 50,000 രൂപ മൂലധനം മുടക്കി നമ്മളൊരു കമ്പനി തുടങ്ങി. അപ്പൊ കുറച്ചും കൂടി നമുക്ക് പൈസ കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? 50,000-ൽ നിന്നും 1,00,000 രൂപ നമുക്ക് നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളിലും. അതോടുകൂടിയിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് നമുക്ക് ഒരുപാട്
കൂട്ടി നമുക്ക് കിട്ടും അല്ലേ. അപ്പൊ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടെന്യൂർ ഡേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലാവുന്ന സമയത്ത് നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ലേബറിൽ ചേഞ്ചസ് വരുത്താം, ക്യാപിറ്റലിൽ ചേഞ്ചസ് വരുത്താം, ഇൻക്രീസ് ചെയ്യാം, ഓർഗനൈസേഷൻ വിപുലീകരിക്കാം അല്ലേ. ഒരു ചെറിയ ഓർഗനൈസേഷനാണ് നമ്മുടെ ഒരു കമ്പനി തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് 2 വർഷം കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് കുറച്ച് മാറ്റിവെച്ച് ആ ഒരു ഓർഗനൈസേഷനെ വലുതാക്കാം അല്ലെ, വിപുലീകരിക്കാനുള്ള സമയം നമ്മൾക്ക് ലഭിക്കുന്നു. ക്യാപിറ്റൽ മൂലധനം ഒരുപാട് മുടക്കാനുള്ള ഒരു അവസരം നമുക്ക്, ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ലഭിക്കുന്നു. പക്ഷെ ഈ ഒരു അവസരം ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒരിക്കലും ലഭിക്കില്ല. അവിടെ ഏതൊരു ഇൻപുട്ടിന് മാത്രമേ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ മക്കളെ? യെസ്, ലേബറിൽ മാത്രമേ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. പക്ഷേ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പൊ എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, എന്താണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വ്യക്തമായി മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്, ടോട്ടൽ പ്രൊഡക്റ്റ്. എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ്? അതായത് ഒരു പ്രൊഡ്യൂസറിന് അവസാനമായി ലഭിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ടീച്ചർ പറഞ്ഞുതരാം, ഡെഫിനിഷൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം വിത്ത് എ ഗീവൺ റിസോഴ്സസ്. അതായത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഉറവിടങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻപുട്ടുകൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് നമ്മൾ നിർമ്മിക്കുന്നു അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 6 തൊഴിലാളികളെ ഉപയോഗിച്ച് നമ്മൾ 60 യൂണിറ്റ് ഒരു ഉൽപ്പന്നം നിർമ്മിക്കുകയാണ്. അപ്പൊ അവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 60 യൂണിറ്റ് ആണ്. ഓക്കെ, ഒരു 7 തൊഴിലാളികളെ വെച്ച് നമ്മൾ ഒരു 20 യൂണിറ്റ് പ്രൊഡക്റ്റ് നിർമ്മിച്ചു. അപ്പൊ അവിടുത്തെ ടോട്ടൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും, 20 യൂണിറ്റ് എന്നതാണ്. ക്ലിയർ ആയല്ലോ. അടുത്തതാണ് ആവറേജ് പ്രൊഡക്റ്റ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പൊ ശരാശരി ഉൽപ്പന്നം, ആവറേജ് പ്രൊഡക്റ്റ്. Average product is got by dividing the total product with number of input. ടീച്ചർ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഏകദേശം ഒരു 70 കുട്ടികൾ ഉണ്ടെന്ന് വെക്കൂ. ഈ 70 കുട്ടികൾക്ക് ലഭിച്ച മാർക്ക്, എല്ലാ കുട്ടികൾക്കും ടോട്ടലായിട്ട് ലഭിച്ച മാർക്ക് 3000 ആണ്. അത് 3000 ആണ് മൊത്തത്തിൽ നമുക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ 3000 ഡിവൈഡഡ് ബൈ എത്ര കുട്ടികളാണുള്ളത്, 70 കുട്ടികളാണല്ലേ. അപ്പൊ 3000 ഹരിക്കണം 70 ചെയ്യുമ്പോഴാണ് ആ ക്ലാസ്സിലെ ശരാശരി മാർക്ക് നമുക്ക് ലഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോട്ടൽ പ്രൊഡക്റ്റ്, നമുക്ക് ലഭിച്ച, ഒരു കമ്പനിക്ക് ലഭിച്ച അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് ലഭിച്ച ടോട്ടൽ പ്രൊഡക്റ്റിനെ അതിന്റെ നമ്പർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഇവിടെ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 60 യൂണിറ്റ് നമുക്ക് കിട്ടി, 60 യൂണിറ്റ് ഹരിക്കണം നമ്പർ, എത്ര ഫാക്ടേഴ്സ് നമ്മൾ ഉപയോഗിച്ച്, എത്ര ഫാക്ടേഴ്സിന്റെ സഹായത്താലാണ് നമുക്ക് 60 യൂണിറ്റ് ലഭിച്ചിരിക്കുന്നത്. 60 യൂണിറ്റ് ഹരിക്കണം 6 ഫാക്ടേഴ്സ്, 60/6 ചെയ്താൽ നമുക്ക് ആവറേജ് പ്രൊഡക്റ്റ് കിട്ടും. ക്ലിയർ ആയല്ലോ. നമുക്ക് നോക്കാം കേട്ടോ. AP ഈസ് ഈക്വൽ ടു TP/Q. Q എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻപുട്ട്. ടോട്ടൽ പ്രൊഡക്റ്റിനെ നമ്പർ ഓഫ് ഇൻപുട്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരത്തെയാണ് നമ്മൾ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കാണ് മാർജിനൽ പ്രൊഡക്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാർജിനൽ യൂട്ടിലിറ്റി, സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാർജിനൽ യൂട്ടിലിറ്റിയിലെ അതിന്റെ അതേ ടേമിനോട് ബന്ധമുള്ളത് തന്നെയാണ് മാർജിനൽ പ്രൊഡക്റ്റ്. അവിടെ യൂട്ടിലിറ്റി പഠിച്ചു, അവിടെ സാറ്റിസ്ഫിക്കേഷനെയാണ് ഊന്നൽ നൽകുന്നത്. പക്ഷെ ഇവിടെ പ്രൊഡക്റ്റിനെയാണ് കേട്ടോ, അതാണ് വ്യത്യാസം. മാർജിനൽ product or total physical product is the addition made to the total product through the addition of 1 unit of variable input, keeping all other inputs constant. ഈ മാർജിനൽ പ്രൊഡക്റ്റിന്റെ മറ്റൊരു പേരാണ് ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തോളൂ ടെക്സ്റ്റ് ബുക്കിൽ. മാർജിനൽ പ്രൊഡക്റ്റിന്റെ മറ്റൊരു പേരാണ് ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത്
വേരിയബിൾ ഇൻപുട്ടിൽ ഒന്നും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട്, അതായത് ഒരു യൂണിറ്റ് വേരിയബിൾ ഇൻപുട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർത്തിട്ട് ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് വേരിയബിൾ ഇൻപുട്ട് വരുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അതിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ മാർജിനൽ പ്രൊഡക്റ്റ് കാണാനുള്ള ഫോർമുല MP ഈസ് ഈക്വൽ ടു TPL മൈനസ് TPL മൈനസ് 1 എന്നൊരു ഫോർമുലയുണ്ട്. അടുത്തത് MP ഈസ് ഈക്വൽ ടു TPN മൈനസ് TPN മൈനസ് 1. ഈ n എന്ന് പറയുന്നത് nth യൂണിറ്റ് ആണ് കേട്ടോ. ആ ടീച്ചർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ടോട്ടൽ പ്രൊഡക്റ്റിൽ നിന്നും ആ nth യൂണിറ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് അതിന്റെ പ്രോബ്ലം നോക്കാം കേട്ടോ. ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഒരു 4 കോളം, ഫാക്ടർ 1, TP, MP ആൻഡ് AP. നോക്കിക്കോളൂ മക്കളെ, ഫാക്ടർ 1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആണ് കേട്ടോ. 0, 1, 2, 3, 4, 5, 6. ടോട്ടൽ പ്രൊഡക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. 0, 10, 24, 40, 50, 56, 57. പിന്നെ നമുക്ക് AP തന്നിട്ടുണ്ട് അല്ലെ, 10, 12, 13.33, 12.5, 11.2, 9.5. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് കാണാൻ നോക്കാം കേട്ടോ. നോക്കിക്കോളൂ മക്കളെ, ഈ MP1ന്റെ ഫസ്റ്റ് കോളത്തിൽ ഒരു ഡാഷ് ആണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം 0 ആണ് കേട്ടോ. TP കോളമാണ് നമ്മൾ നോക്കേണ്ടത്. TP കോളത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർജിനൽ പ്രൊഡക്റ്റ് കണക്കാക്കുന്നത്. നോക്കിക്കോളൂ, nth യൂണിറ്റ് എന്ന് പറയുന്നത് ഈ 1 ആയിരിക്കും. 0ഉം 1ഉം കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് അവസാനമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ചത് എന്തായിരിക്കും, 1 യൂണിറ്റ്, 1 ഫാക്ടർ ഉപയോഗിച്ച് 10 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ 10 മൈനസ് 0 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, 10 ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ 10 എഴുതിയത്. ക്ലിയർ ആയില്ലേ? അതുപോലെ അടുത്തത് നോക്കൂ മക്കളെ, ഫാക്ടർ 1ല് 2 യൂണിറ്റ് നമ്മൾ 2 യൂണിറ്റിന്റെ സഹായത്തോടെ നമ്മൾ 24 യൂണിറ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ MP എങ്ങനെ നമ്മൾ കാണുക, 24 മൈനസ് 10, അതാണ് ഇവിടെ 14 എന്ന് തന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എങ്ങനെയാണ് MP നമ്മൾ കണക്കാക്കുന്നത്, തൊട്ട് താഴെയുള്ള TPയുടെ തൊട്ട് താഴെയുള്ള സംഖ്യയിൽ നിന്നും മുകളിലെ സംഖ്യ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഒരു ഉത്തരമാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റിന്റെ കോളത്തിൽ എഴുതുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് TP ഉപയോഗിച്ചിട്ട് MP കണ്ടെത്തുക നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം, ഒരു ടേബിൾ തന്നിട്ട് ഫാക്ടേഴ്സ് തരും, അതുപോലെ ടോട്ടൽ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ MP തന്നിട്ടുണ്ടാവും കേട്ടോ, മാർജിനൽ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടാവും. അപ്പൊ ഫൈൻഡ് ഔട്ട് AP എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പട്ടികയിൽ നമുക്ക് AP ആണ്, ആവറേജ് പ്രൊഡക്റ്റ് ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു AP കാണാനുള്ള ഫോർമുല. നമ്മൾ എന്തായിരുന്നു മക്കളെ പഠിച്ചത്, പറയൂ നോക്കട്ടെ. യെസ്, TP ഡിവൈഡഡ് ബൈ Q. ടോട്ടൽ പ്രൊഡക്റ്റിനെ നമ്മൾ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആ ഒരു ഉത്തരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ, അതായത് ശരാശരി ഉൽപ്പന്നം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ, ഈ ടേബിളിൽ എങ്ങനെയാണ് ഇവര് ആവറേജ് പ്രൊഡക്റ്റ് കണ്ടിരിക്കുന്നതെന്ന്. ആദ്യത്തെ കോളത്തില് നോക്കൂ, ലാസ്റ്റ് ഡാഷ് ആണ് അല്ലെ. എന്താ ഡാഷ് എന്ന് പറയാൻ കാരണം 0 ആണ് കേട്ടോ. രണ്ടാമത് ഈ 10 എങ്ങനെയാ കിട്ടിയത്, നമുക്ക് അതിന്റെ ഫോർമുല നമുക്ക് ടീച്ചർ ഇവിടെ എഴുതി തരാം. AP ഈസ് ഈക്വൽ ടു TP ബൈ Q എന്നല്ലേ. TPനെ Q കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ആവറേജ് പ്രൊഡക്റ്റ്. നോക്കിക്കോളൂ മക്കളെ, ഈ ലൈൻ നോക്കിക്കോളൂ. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 10 ആണ്. 10നെ ഫാക്ടർ, അതായത് 1 യൂണിറ്റ് ഓഫ് ഫാക്ടർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് 10 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആവറേജ് പ്രൊഡക്റ്റിന്റെ അവിടെ 10 എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത ഈ 12 എങ്ങനെയാ കിട്ടിയേ, നമ്മൾ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കൂ. ടോട്ടൽ പ്രൊഡക്റ്റ് ആയ 24നെ 2 യൂണിറ്റ്, ആ 2 എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ എണ്ണമാണ് കേട്ടോ മക്കളെ. 2 യൂണിറ്റ്, ആ 2 എന്നുള്ള ഇൻപുട്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആൻസർ ആണ് 12. അങ്ങനെയാണ് ഇവിടെ 12 എന്ന് വന്നത്. ഓക്കെ അല്ലേ?
അപ്പൊ അതുപോലെയാണ് ബാക്കി എല്ലാ കണക്കും ചെയ്തിരിക്കുന്നത്. 40നെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടിയതാണ് 13.33. 50നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയതാണ് 12.5. 56നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടിയതാണ് 11.2. 57 എന്നുള്ളൊരു ടോട്ടൽ പ്രൊഡക്റ്റിനെ 6 എന്നൊരു ഫാക്ടർ ആ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടിയ ആവറേജ് പ്രൊഡക്റ്റ് ആണ് 9.5. അപ്പൊ മനസ്സിലൊന്ന് പറയാ, ആവറേജ് പ്രൊഡക്റ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? AP is equal to TP by Q. Total product is divided by number of unit. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കൊരു ടേബിൾ തരികയാണെന്ന് വെച്ചാൽ ആവറേജ് പ്രൊഡക്റ്റ് കാണാൻ അറിയാം, അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് കാണാനും അറിയാം അല്ലെ. ക്വസ്റ്റ്യനിൽ ഫാക്ടേഴ്സും തരും, അതുപോലെ തന്നെ ടോട്ടൽ പ്രൊഡക്റ്റും തരും കേട്ടോ. അപ്പൊ നിങ്ങൾ വ്യക്തമായും വൃത്തിയായിട്ടും ഈ ഒരു ടോപ്പിക്ക് പഠിക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കണം മക്കളെ. ഒരു എസ്സേക്ക് നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സിദ്ധാന്തമാണ് കേട്ടോ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കുറച്ച് കണക്കുകളും ഒരു ഗ്രാഫും ഒക്കെ വരുന്നത്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ദ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇൻ ഷോർട്ട് റൺ പ്രൊഡ്യൂസർ ക്യാൻ ചേഞ്ച് ദ ഔട്ട്പുട്ട് ബൈ ഓൺലി ചേഞ്ച് ദ വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താ പറയുന്നത്? അതായത് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഭാഗമാണ്. ഷോർട്ട് റൺ ആയതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസറിന് വേരിയബിൾ ഫാക്ടറിൽ മാത്രം മാറ്റം വരുത്തിയതിനു ശേഷം ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യാം? ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇവിടെ വേരിയബിൾ ഫാക്ടറിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുമൂലം നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ടിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് 3 സ്റ്റേജ് ഉണ്ട്. ഇൻക്രീസിങ് റിട്ടേൺ ടു ഫാക്ടർ, ഡിമിനിഷിംഗ് റിട്ടേൺ ടു ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺ ടു ഫാക്ടർ. അപ്പൊ ഇതെന്താന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചൊരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ടേബിൾ പരിചയപ്പെടാം. നമ്മൾ ഈ ടേബിൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പഠിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലത് പതിയും. പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷന് ഒരു സമയം കളയേണ്ട ആവശ്യമേ ഇല്ല, ഒരു കൺഫ്യൂഷനും വരില്ല കേട്ടോ. അപ്പൊ ടീച്ചർ വായിച്ചു തരുന്നുണ്ട്. ആ കോളം ശ്രദ്ധിച്ചോളൂ. വേരിയബിൾ ഇൻപുട്സ്, ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, 4 കോളോണിൽ നൽകിയിരിക്കുന്നത്. വേരിയബിൾ ഇൻപുട്ട് 1 to 10 വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ പ്രൊഡക്റ്റിൽ 10, 24, 39, 56, 70, 78, 84, 84, 81, 76. ആവറേജ് പ്രൊഡക്റ്റില് നമുക്കറിയാലേ AP നമ്മൾ എങ്ങനെയാ കണ്ടെത്തി? TP ഡിവൈഡഡ് ബൈ Q അല്ലെ. അത് ടോട്ടൽ പ്രൊഡക്റ്റിനെ എണ്ണം കൊണ്ട് നമ്മൾ ഹരിച്ചാൽ കിട്ടുന്നതാണ് നമുക്ക് ആവറേജ് പ്രൊഡക്റ്റ്. അപ്പൊ ടീച്ചർ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. 10നെ 1 കൊണ്ട് ഹരിച്ചാൽ 10 തന്നെ കിട്ടും. 24 2 കൊണ്ട് ഹരിച്ചതാണ് 12. 39നെ 3 കൊണ്ട് ഹരിച്ചതാണ് 13. 56നെ 4 കൊണ്ട് ഹരിച്ചതാണ് 14. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ AP കിട്ടേണ്ടത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ആവറേജ് പ്രൊഡക്റ്റ് അങ്ങനെ 7.6 വരെ നമുക്ക് ലഭിച്ചു. അടുത്ത കൊളോണ്, അവസാനത്തെ കൊളോണ് മാർജിനൽ പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കോളത്തിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? APനെയാണോ? അല്ല അല്ലെ, ടോട്ടൽ പ്രൊഡക്റ്റിനെയാണ്. അപ്പൊ 10 മാർജിനൽ പ്രൊഡക്റ്റ് എങ്ങനെ 10 എന്ന് കിട്ടി? ടോട്ടൽ പ്രൊഡക്റ്റിലെ ആദ്യത്തെ സംഖ്യ 10 ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ 10 എന്ന് കിട്ടിയത്. മുൻപിലുള്ള കണക്കിൽ 0 ആണ് അല്ലെ. ഫസ്റ്റത്തെ സംഖ്യ 0 ആയതുകൊണ്ടാണ് നമ്മുടെ ടീച്ചർ ചെറിയൊരു ഡാഷ് ഇട്ടത്. പക്ഷെ ഇപ്പോഴത്തെ കണക്കിൽ എന്താ? ഫസ്റ്റത്തെ സംഖ്യ 10 ആണ്. അപ്പൊ ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് 10 ആണ്. തൊട്ട് താഴെ 24 ആണ് അല്ലെ. 24ൽ നിന്നും 10 കുറച്ചാൽ കിട്ടിയതാണ് 14 എന്ന് പറയുന്നത്. അപ്പോൾ 24ൽ നിന്ന് 10 കുറച്ചപ്പോൾ നമുക്ക് മാർജിനൽ പ്രൊഡക്റ്റ് ആയ 14 ലഭിച്ചു. അങ്ങനെ 10, 14, 15, 17, 14, 8, 6, 0, -3, -5 എന്നുള്ള സംഖ്യകൾ ലഭിച്ചു അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായില്ലേ. നമുക്ക് ഫാക്ടേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ടോട്ടൽ പ്രൊഡക്റ്റും എന്നുള്ളൊരു കോളും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പൊ നമുക്ക് കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കോളങ്ങൾ എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റും ആയിരിക്കും. ഇനി ശ്രദ്ധിക്കും മക്കളെ, നോക്കൂ. ടോട്ടൽ പ്രൊഡക്റ്റ് പറഞ്ഞ കോളമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കൂ.
10ൽ നിന്നും 24 കൂടി. 10ൽ നിന്നും 24 കൂടി പറഞ്ഞാൽ 14 യൂണിറ്റ് കൂടി എന്നാണ് അർത്ഥം അല്ലെ. 10ൽ നിന്നും 24 24ൽ നിന്നും 39 39ൽ നിന്നും 56. അപ്പൊ വൻ തോതിലാണ് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ പ്രൊഡക്റ്റിന്റെ വർധനവ് ഇവിടെ കാണുന്നത് അല്ലെ. ടോട്ടൽ പ്രൊഡക്റ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ TP അല്ലെ. TP ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വൻ തോതില് ഇൻക്രീസിങ് റേറ്റില് വൻ തോതില് വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിക്കുന്ന സമയത്ത് അതിന് തൊട്ടടുത്തുള്ള കോളം നോക്കും മക്കളെ, ആവറേജ് പ്രൊഡക്റ്റില്. ആവറേജ് പ്രൊഡക്റ്റിൽ എന്തുണ്ട്, ചെറിയ തരത്തിലുള്ള വർധനവുണ്ട് അല്ലെ. 10 12 12 13 ഈ കോളം മക്കളെ. 10 12 12 13 13 14. അപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് വൻതോതിൽ വർദ്ധിക്കുന്ന സമയത്ത് ആവറേജ് പ്രൊഡക്റ്റും വർദ്ധിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് നിങ്ങളുടെ ഈ കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രാഫ് വളരെയധികം സിമ്പിൾ ആയിരിക്കും. ആവറേജ് പ്രൊഡക്റ്റിന്റെ അടുത്തുള്ള കോളം എന്താണ്, യെസ്, മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെ. ഇത് ശ്രദ്ധിക്കണം. 10 14 14 15 15 17. എന്താണ്, 10 14 14 15 15 17. അപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിക്കുന്ന സമയത്ത്, നല്ല രീതിയിൽ വർദ്ധിക്കുന്ന സമയത്ത് ആവറേജ് പ്രൊഡക്റ്റ് വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റും വർദ്ധിക്കുന്നു. ഈ ഒരു സ്റ്റേജിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺ ടു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, TP വർദ്ധിക്കുന്ന സമയത്ത് AP-യും MP-യും വർദ്ധിക്കുന്നു. ആ സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ക്ലിയർ ആയില്ലേ, വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കണം കേട്ടോ. അടുത്തത് അപ്പൊ എന്തായിരിക്കും, അവിടെ ടീച്ചർ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഇവിടെ 1 2 3 എന്ന് പറയുന്നത് 3 സ്റ്റേജ് ആണ് കേട്ടോ. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാവണം. 1 2 3 എന്ന സംഖ്യയിൽ ലാസ്റ്റത്തെ 4ാമത്തെ കോളത്തിൽ തന്നിരിക്കുന്ന 3 സ്റ്റേജ് ആണ്. അടുത്ത നോക്കൂ മക്കളെ, ടോട്ടൽ പ്രൊഡക്റ്റ് 70ൽ നിന്നും 78 വർദ്ധിച്ചു. 70ൽ നിന്നും 78 പറഞ്ഞ വെറും 8 യൂണിറ്റ് മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ അല്ലേ. ഒരുപാട് വൻതോതിലുള്ള വർധനവ് ആണോ അത്? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് വർദ്ധിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെ. 70ൽ നിന്നും 78 78ൽ നിന്നും 84 84 പിന്നെ കോൺസ്റ്റന്റിന്റെ 84 തന്നെ പിന്നെയും തുടർന്നു അല്ലെ. അപ്പൊ കുറച്ച് മാത്രം ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിച്ചു. വൻതോതിലുള്ള വർധനവിന് പകരം കുറച്ച് മാത്രം ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്, വർദ്ധിക്കുകയാണ്. അതായത് കുറഞ്ഞു വരികയാണ് അല്ലെ. പണ്ടത്തെക്കാളും, അതായത് ഫസ്റ്റത്തെ സ്റ്റേജിനേക്കാളും ടോട്ടൽ പ്രൊഡക്റ്റ് ഒരുപാട് വർദ്ധിച്ചോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിച്ചതിൽ നിന്നും കുറഞ്ഞു വരുന്നു, ഡിക്ലൈൻ ആയി വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരുപാട് ഡിക്ലൈൻ ആവുകയല്ല, വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ വൻതോതിലുള്ള വർധനവല്ല കാണുന്നത്. അപ്പൊ അത് കുറഞ്ഞു വരുന്നു. ഇതുവരെ ക്ലിയർ ആയില്ലേ? അപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുന്ന സമയത്ത് ആവറേജ് പ്രൊഡക്റ്റിൽ എങ്ങനെയാണ് നമുക്ക് ചേഞ്ചസ് വരിക നമുക്ക് നോക്കാം. നോക്കൂ, 14 ഇവിടെ മുതൽ 14 13 12 10.5. ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്, കുറയാണ് അല്ലേ. 14 13 13 12 12 10.5 അല്ലേ, 10.5. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? മാർജിനൽ പ്രൊഡക്റ്റ് നോക്ക് മക്കളെ, 14 8 8 6 6 ഇതാ കിടക്കുന്നു 0 അല്ലേ. മാർജിനൽ പ്രൊഡക്റ്റ് വൻതോതിൽ കുറയാണ്. 14 8 കുറഞ്ഞു, 8 6 കുറഞ്ഞു, അവസാനം മാർജിനൽ പ്രൊഡക്റ്റ് എന്തായി മാറുകയാണ്, 0 ആയി മാറുകയാണ്. അവിടെ ഒരു യൂണിറ്റും ഉൽപ്പാദിപ്പിക്കാണ്ടാവുകയാണ് കേട്ടോ. 0 യൂണിറ്റ് ആയിട്ട് മാർജിനൽ പ്രൊഡക്റ്റ് മാറുകയാണ്. അപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്തു, പിന്നെ കുറഞ്ഞു വരുന്നു. ആവറേജ് പ്രൊഡക്റ്റ് കുറഞ്ഞു വരുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് കുറഞ്ഞ് അവസാനം 0ൽ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നു. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പറയുന്നത് ഡിമിനിഷിംഗ് റിട്ടേൺ ടു എ ഫാക്ടർ. എന്താണ് ഡിമിനിഷിംഗ് റിട്ടേൺ ടു എ ഫാക്ടർ? ടോട്ടൽ പ്രൊഡക്റ്റ് ആദ്യം ഇൻക്രീസ് ചെയ്ത് പിന്നെ കുറയാൻ തുടങ്ങുന്നു. അതേസമയം ആവറേജ് പ്രൊഡക്റ്റ് കുറഞ്ഞു വരുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് കുറഞ്ഞ് അവസാനം 0ൽ എത്തിച്ചേരുന്ന സ്റ്റേജ് ആണ് ഡിമിനിഷിംഗ് റിട്ടേൺ ടു എ ഫാക്ടർ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് തേർഡ് സ്റ്റേജ് അല്ലെ, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, എന്തുകൊണ്ടാണ് നെഗറ്റീവ് എന്ന് പറയാൻ കാരണം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നോക്കൂ മക്കളെ, ടോട്ടൽ പ്രൊഡക്റ്റ്
81 നിന്നും 76 81 നിന്നും 76 കുറഞ്ഞു തുടങ്ങി. ഏറ്റവും അധികം ഡിക്ലൈൻ ആയില്ലേ, ഏറ്റവും അധികം ഡിക്രീസ് ആയി. ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഡിക്രീസ്ഡ് ഫ്രം 81 to 76. 81 എന്നുള്ളൊരു യൂണിറ്റിൽ നിന്നും 76 കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ആവറേജ് പ്രൊഡക്റ്റ് 9 നിന്നും 7.6 കുറഞ്ഞു. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റിലോ? മാർജിനൽ പ്രൊഡക്റ്റ് 0 നിന്നും -3 ആയില്ലേ, 0ത്തേക്കാളും ഏറ്റവും ചെറിയ യൂണിറ്റായി മാറി, ഏറ്റവും കുറഞ്ഞ യൂണിറ്റായി മാറിയില്ലേ, നെഗറ്റീവ് ആയി മാറി. -3 പറഞ്ഞാൽ എന്താ അർത്ഥം? -3 അല്ലേ, -3 ആയി മാറി, -5 ആയിട്ട് മാറി അല്ലേ, നെഗറ്റീവ് ആയിട്ട് മാറി. മാർജിനൽ പ്രൊഡക്റ്റ് സെക്കൻഡ് സ്റ്റേജിൽ അവസാനം 0 ആയിരുന്നു, പക്ഷേ തേർഡ് സ്റ്റേജ് 0യിൽ നിന്ന് മാറി നെഗറ്റീവ് ആയി എന്നാണ് പറയുന്നത്. അപ്പൊ തേർഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഏറ്റവും അധികം ഡിക്ലൈൻ ആവുന്നു, അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഈ ഒരു തേർഡ് കോളം നോക്കും മക്കളെ, ഈ തേർഡ് കോളത്തിൽ ഒരിക്കലും 0 അല്ലെങ്കിൽ നെഗറ്റീവ് എന്നൊരു സംഖ്യയോ വന്നിട്ടില്ല. ആവറേജ് പ്രൊഡക്റ്റ് കുറയാനേ തുടങ്ങുള്ളൂ, ഒരിക്കലും അത് 0ത്തിലോ അതുപോലെ തന്നെ നെഗറ്റീവിലോ എത്തിച്ചേരില്ല. അതേ സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റിൽ എന്താണ് മാറ്റം വന്നത്? മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യം കൂടി, പിന്നെ 0യിലായി, പിന്നെ നെഗറ്റീവിലായി. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് കൂടുമ്പോൾ ഏറ്റവും വേഗത്തിൽ കൂടുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ആണ്. ഔട്ട്പുട്ട് കുറയുന്ന സമയത്ത് ടോട്ടൽ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണല്ലേ, ഈ ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുന്ന സമയത്ത് ഏറ്റവും അധികം റാപ്പിഡ് ചേഞ്ചസ് എഫക്ട് ചെയ്യുന്നത് ആർക്കായിരിക്കും? എപ്പിനേക്കാളും ആവറേജ് പ്രൊഡക്റ്റിനേക്കാളും മാർജിനൽ പ്രൊഡക്റ്റിനാണ്. അപ്പൊ തേർഡ് സ്റ്റേജിൽ നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് -5 എത്തി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ ആ തേർഡ് സ്റ്റേജിനെയാണ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന്. അപ്പൊ ഇതുവരെ ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ നമുക്ക് സ്റ്റേജ് 1ന്റെയും സ്റ്റേജ് 2ന്റെയും സ്റ്റേജ് 3ന്റെയും എക്സ്പ്ലനേഷൻ നോക്കാം കേട്ടോ. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺ ടു എ ഫാക്ടർ അല്ലേ. ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് TP increases at an increasing rate. നമ്മൾ ഇത് ടീച്ചർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ ടേബിൾ വേണം കേട്ടോ. ആ ടേബിൾ വെച്ചിട്ടായിരിക്കണം ഇത് നിങ്ങൾ അനാലിസിസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? വർദ്ധിക്കുന്നു. എങ്ങനെയാണ് ഇൻക്രീസിങ് റേറ്റ്? വൻതോതിൽ വർദ്ധിക്കുന്നുണ്ട്. Then MP also increases and reaches its maximum. TP വർദ്ധിക്കുന്ന സമയത്തിൽ തന്നെ MP എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? വർദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മാക്സിമത്തിൽ എത്തുന്നു, ഏറ്റവും പരമാവധിയിൽ എത്തി നിൽക്കുന്നു. AP increases, TP ഇൻക്രീസ് ചെയ്യുന്നു. ഏത് റേറ്റില്? ഇൻക്രീസിംഗ് റേറ്റ്. TP increasing at increasing rate, MP is also increasing and reaches the maximum. Average product is also increases. The first stage ends when AP is maximum. MP മാക്സിമത്തിൽ എത്തിയപ്പോൾ തന്നെ ആവറേജ് പ്രൊഡക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമത്തിൽ എത്തുന്നുണ്ട്. This stage represents increasing returns to a factor. അപ്പൊ ഈ സ്റ്റേജ് 1നെയാണ് നമ്മൾ increasing return to a factor എന്ന് പറയുന്നത്. ഒന്നുമില്ല മക്കളെ, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഈ ടേബിൾ നിങ്ങൾ മനസ്സിൽ കാണുക. ടേബിളിൽ ആദ്യം ടോട്ടൽ പ്രൊഡക്റ്റ് വൻതോതിൽ വർദ്ധിച്ച സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് വർദ്ധിച്ചു, എന്നിട്ട് അതിന്റെ മാക്സിമത്തിലെത്തി. അതേസമയം ആവറേജ് പ്രൊഡക്റ്റും വർദ്ധിച്ചു, എന്നത് അതിനുശേഷം അതിന്റെ മാക്സിമത്തിലെത്തി. അപ്പൊ ഈ ഒരു സ്റ്റേജിനെയാണ്, ഈ ഒരു ഘട്ടത്തെയാണ് നമ്മൾ ഇൻക്രീസിംഗ് റിട്ടേൺ ടു എ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അടുത്ത നമുക്ക് സെക്കൻഡ് സ്റ്റേജ് നമുക്ക് നോക്കാം അല്ലേ. സെക്കൻഡ് സ്റ്റേജ് ആണ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ. In the second stage, TP increases at a decreasing rate. ടോട്ടൽ പ്രൊഡക്റ്റ് ചെറിയ തോതിൽ, അതായത് ചെറിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്, വൻതോതിലല്ല. ഡിക്രീസിങ് റേറ്റിൽ കുറച്ച് ശതമാനം അല്ലെങ്കിൽ കുറച്ച് യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തില് ഹിയർ MP falls and becomes 0. ആ സമയത്ത് ടോട്ടൽ പ്രൊഡക്റ്റ് കുറഞ്ഞ ശതമാനം മാത്രം ഇൻക്രീസ് ചെയ്യുന്ന സമയത്തില് മാർജിനൽ പ്രൊഡക്റ്റ് കുറഞ്ഞു വന്ന് 0ൽ എത്തി നിൽക്കുന്നു. ആ പട്ടികയിൽ നമ്മൾ കണ്ടുല്ലേ സെക്കൻഡ് സ്റ്റേജിൽ 0 ആവുന്നത്. അപ്പൊ TP
കുറയുമ്പോൾ MP കുറഞ്ഞു 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 വന്ന് അവസാനം സീറോയിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ആവറേജ് പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കുന്നു മക്കളെ? ആവറേജ് പ്രൊഡക്റ്റ് ഡിക്ലൈൻ ആകുന്നു, കുറയാൻ തുടങ്ങുന്നു. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആവറേജ് പ്രൊഡക്റ്റ് ഒരിക്കലും നെഗറ്റീവോ സീറോവോ ആവില്ല. This stage represents diminishing returns to a factor. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേജിനെ നമ്മൾ പറയുന്നത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിക്രീസിംഗ് റേറ്റിലാണ്. മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്ത് അവസാനം സീറോയിൽ എത്തി നിൽക്കുന്നു. ആവറേജ് പ്രൊഡക്റ്റ് കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് തേർഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ഇൻഡിക്കേറ്റ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. നമുക്ക് നോക്കാം അല്ലേ, നമുക്ക് അറിയാം എന്താ സംഭവിക്കുന്നത് അല്ലേ. In the third stage, TP starts declining. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആദ്യം വർദ്ധിച്ചു, പിന്നെ കുറഞ്ഞ ശതമാനത്തിൽ എന്ത് ചെയ്തു, വർദ്ധിച്ചുകൊണ്ടിരുന്നു അല്ലെ. പക്ഷെ മൂന്നാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ വർധനവല്ല അവിടെ കാണിക്കുന്നത്, കറക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്, ഡിക്ലൈൻ ആയിട്ട് വരികയാണ്. Then MP became negative. TP കുറയാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുകയാണല്ലോ MP അല്ലേ. അപ്പൊ TP പെട്ടെന്ന് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ MP എന്ത് ചെയ്തു, പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞ് നെഗറ്റീവിലേക്ക് എത്തി. AP continues to decline but never became zero. AP ആവറേജ് പ്രൊഡക്റ്റ് കുറഞ്ഞു 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 വരുന്നുണ്ട്, പക്ഷെ ഒരിക്കലും സീറോ ആവില്ല, നെഗറ്റീവ് ആവില്ല കേട്ടോ. This stage represents negative returns to a factor. അപ്പൊ ഈ ഒരു ഘട്ടത്തെയാണ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. അപ്പൊ ടീച്ചർ ഒന്നും കൂടി പറയാണ്, മൂന്ന് സ്റ്റേജ് ഉണ്ട്. ഇൻക്രീസിംഗ് റിട്ടേൺ ടു എ ഫാക്ടർ. ഈ ഇൻക്രീസിംഗ് റിട്ടേൺ ടു എ ഫാക്ടർ ഇൻക്രീസ് എന്നല്ലേ, എന്റെ ഹെഡിങ് ഇൻക്രീസ് ആണല്ലേ. അപ്പൊ ഈ മൂന്ന് പ്രൊഡക്റ്റും എന്ത് ചെയ്യാണ്, വർദ്ധിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലേക്കാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിക്കും, ആവറേജ് പ്രൊഡക്റ്റ് വർദ്ധിക്കും, മാർജിനൽ പ്രൊഡക്റ്റും വർദ്ധിക്കും. ഈ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ് അല്ലെ, വൻതോതിൽ വർദ്ധിക്കുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് വർദ്ധിച്ച് അതിന്റെ മാക്സിമത്തിൽ എത്തുന്നു. അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് വർദ്ധിച്ച് അതിന്റെ മാക്സിമത്തിൽ എത്തുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഡിമിനിഷിംഗ് റിട്ടേൺ ടു എ ഫാക്ടർ. ഈ TP എന്ന് പറയുന്നത് കുറഞ്ഞ ശതമാനത്തിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ AP എന്ന് പറയുന്നത് കുറവാകുന്നു, MP എന്ന് പറയുന്നത് കുറഞ്ഞ് സീറോയിൽ എത്തി നിൽക്കുന്നു. ഇനി തേർഡ് സ്റ്റേജിൽ ശരിക്കും ടോട്ടൽ പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങുന്ന അതേ സമയം ആവറേജ് പ്രൊഡക്റ്റും കുറയുന്നു, നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു മക്കളെ, സീറോയിൽ നിന്നും അവസാനം നെഗറ്റീവിലേക്ക് എത്തി നിൽക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. നോക്കൂ മക്കളെ, OX axis represent unit of variable factor and OY axis represent output. That means TP, AP, MP. OY ആക്സിസിലാണ് TPയും APയും MPയും നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. OX ആക്സിസിൽ നമുക്ക് വേരിയബിൾ ഫാക്ടേഴ്സിന്റെ യൂണിറ്റ് ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ ടേബിൾ കണ്ടില്ലേ, ആ ടേബിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. 1 2 3 4 അല്ലെങ്കിൽ 5 to 10 ഇങ്ങനെ നമ്മൾ ഈ OX ആക്സിസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ടീച്ചർ പറയാൻ നോക്കിക്കോളൂ. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 നമ്മൾ ടേബിളിലും കുറച്ചു മുമ്പ് ആ എക്സ്പ്ലനേഷനിലും പഠിച്ച അതേ സംഭവത്തിനെയാണ് നമ്മളിവിടെ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ മക്കളെ, നോക്കൂ. സ്റ്റേജ് 1 എന്ന് പറയുന്നത് നോക്കൂ, ഈ AP എന്ന് പറയുന്നത് ഇങ്ങനെ കൂടി വരികയാണ് അല്ലെ. TP എന്ന് പറയുന്നത് ഇങ്ങനെ കൂടി വരികയാണ്. ഇതേ സമയത്ത് തന്നെ AP എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. MPയും ഇങ്ങനെ കൂടി വരുന്നുണ്ട്. APയും TPയും ഇങ്ങനെ കൂടി വരുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മാക്സിമത്തിൽ എത്തുന്നു. ഈ സ്റ്റേജിനെ പറയുന്നതാണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേജ് 1? TPന്റെ ഈ ഒരു ലൈൻ നോക്കൂ മക്കളെ, പെട്ടെന്നാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. താഴെ നിന്നും മുകളിലോട്ട് പെട്ടെന്നാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ടീച്ചർ അതിന്റെ മേലെ വരച്ചു എന്ന് മാത്രം കേട്ടാ. അതാണ് സ്റ്റേജ് 1. ഇനി സ്റ്റേജ് 2 എന്ന് പറയുന്നത് നോക്കൂ മക്കളെ, ഇവിടെ ഈ TP എന്ന് പറയുന്നത് ഇങ്ങനൊരു ഷേപ്പാണ് അല്ലേ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വർദ്ധിച്ചു വന്ന TP ഇവിടെ എത്തുന്ന സമയത്ത് കുറഞ്ഞു, ഇവിടെ എത്തുന്ന സമയത്ത് എന്താണ്, കുറഞ്ഞു അല്ലേ. അപ്പൊ TP കുറയുന്ന സമയത്ത് APയും കുറയുന്നു, MP സീറോയിൽ എത്തുന്നു. MP എന്ത് ചെയ്യുന്നുണ്ട്, സീറോയിൽ എത്തുന്നുണ്ട്. ഇത് എന്ന് പറയുന്നതാണ് സീറോ.
OX ആക്സിസിൽ MP എത്തിച്ചേരുന്ന ആ ഒരു പോയിന്റ് ആണ് 0 എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് 0 മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ മക്കളെ. അപ്പൊ TP കുറയുന്ന സമയത്ത് APയും കുറയുന്നു, MP OX ആക്സിസിൽ കൂട്ടിമുട്ടുന്നു എന്ന് പറഞ്ഞാൽ OX ആക്സിസിന് അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി തേർഡ് സ്റ്റേജിൽ നോക്കൂ മക്കളെ, ഈ TP ഇവിടെ നിന്നിട്ട് കുറയാൻ തുടങ്ങി, താഴോട്ട് ഇങ്ങനെ പോവാൻ തുടങ്ങി. അപ്പൊ AP ഇങ്ങനെ കുറഞ്ഞു ഇങ്ങോട്ടാണ് പോകുന്നത്, അല്ലാണ്ട് ഇങ്ങോട്ടല്ല. എന്താണ്? AP ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതേ സമയത്തിൽ MP എന്ത് ചെയ്യാണ്? 0 ആയത് താഴോട്ട് വരികയാണ്. താഴോട്ട് വരിക പറഞ്ഞാൽ OX ആക്സിസിന്റെയും താഴോട്ട് വരികയാണ്. അതായത് നെഗറ്റീവായി മാറുകയാണ്. ക്ലിയർ ആയി എന്ന് ടീച്ചർ വിചാരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ പഠിച്ച ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ട് ടീച്ചർ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. മനസ്സിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. അതായത് TPയും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഏറ്റവും കൂടുതലായി മാക്സിമത്തിൽ എത്തുന്ന സ്റ്റേജിനെ പറയുന്ന പേരെന്താണ്? ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കട്ടെ. യെസ്, ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. വെരി ഗുഡ്, എല്ലാവരും പറയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അതുപോലെ MP ഏറ്റവും കുറഞ്ഞ് 0-ൽ എത്തുന്ന സ്റ്റേജിനെ പറയുന്ന പേര് ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. അതേസമയം ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുന്നു, ആവറേജ് പ്രൊഡക്റ്റ് കുറയുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് 0-ൽ നിന്നും നെഗറ്റീവിലേക്ക് എത്തുന്നു. ആ സ്റ്റേജിനെ പറയുന്ന പേരെന്താ മക്കളെ? യെസ്, വെരി ഗുഡ്, നെഗറ്റീവ് റിട്ടേൺ ടു എ ഫാക്ടർ അല്ലേ. അപ്പോൾ ഈ 3 സ്റ്റേജും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കണം കേട്ടോ.